വല്ലാത്ത ആളാണ് ജലാലുദ്ദീൻ റൂമി. അവരുടെ ഒരു കവിതയാണ് മസ്നവി. അപ്പോൾ മസ്നവി തുടക്കത്തിൽ പറയുകയാണ് എന്തെന്നറിയോ, കവി കാറ്റിനോട് ചോദിക്കുക, കാറ്റ് നീ എന്തിനാണ് സുലൈമാനെയും കൊണ്ട് പറഞ്ഞത്, എന്തിനാണ് ഇങ്ങനെ പറയുന്നതിനൊക്കെ നീ സുലൈമാൻ വഴിപ്പെട്ടു കൊടുത്തത് അലൈഹിസ്സലാം. അപ്പോൾ കാറ്റ് പറഞ്ഞു, എങ്ങനെ ഞാൻ സുലൈമാനെ വഴിപ്പെടാതിരിക്കും. സുലൈമാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മോതിരം ധരിക്കും, ഫീഹി മങ്കൂഷത്തുൻ മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂൽ എന്ന് അതിൽ മുദ്രണം ചെയ്തിരുന്നു. ആ മുദ്രയുള്ള മോതിരവും കൊണ്ടാണ് എന്നോട് കൽപ്പിക്കാറുള്ളത് ആര്, സുലൈമാൻ. പിന്നെ എങ്ങനെ ഞാൻ എങ്ങനെ ഞാൻ വഴിപ്പെടാതിരിക്കും? ആര് പറഞ്ഞു? കാറ്റ് പറഞ്ഞു കവിയോട്. ഈ ലോകത്ത് കഴിഞ്ഞ എല്ലാ ഔലിയാക്കളും ചെയ്തിട്ടുള്ള കറാമാത്തുകൾ അതാരും മത്സരത്താണ്, റസൂലാണ് മത്സരത്താണ്. ബസ് അത്രയല്ലാതെ വെറുതെ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ എന്ത് കോഴിയുടെ മുള്ളോട് കൂവെന്ന് പറഞ്ഞപ്പോഴത്തേന് എണീറ്റ് കോയിട്ടുണ്ടെങ്കിൽ അതാരുടെ മത്സരത്താണ്? ആ റസൂൽ. അതിലൊക്കെ എന്ത് പ്രശ്നമാണ്? കാരണം മുഹമ്മദിയത്ത് നിന്നുണ്ടായത് അതൊക്കെ റസൂലുള്ളാഹിനെ അംഗീകരിച്ചു. ഫഅബ്ദുൻ ഒരു അടിമ തജല്ല വെളിവായി, സയ്യിദൽ കൗലി പ്രപഞ്ചത്തിൻ്റെ നേതാവായിട്ട് വെളിവായി. യാ ലഹു ആ ആൾക്കുള്ള മഹത്വം എത്രയാണ്. ഒരടിമ പ്രപഞ്ചത്തിൻ്റെ നേതാവായി വെളിവായി. ഫഅബ്ദുൻ ഒരടിമ, തജല്ല ആ അടിമ വെളിവായി, സയ്യിദൽ കൗനി പ്രപഞ്ചത്തിൻ്റെ നേതാവായിട്ട്. അതാണ് മുഹമ്മദ്. അതിന് പകരം ഒരാളില്ല ലോകത്തില്ല. യാ ലഹു ആ ആൾക്ക് എന്തൊക്കെയാണ് ആ ആളുടെ പൊലിമ, ആ ആളുടെ മഹത്വം എത്രയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ നേതാവാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ മേലെ ഒരാൾക്ക് ഇനി അവകാശം പറയാനേ ഇല്ല. ഫഅബ്ദുൻ ഒരു ദാസൻ തജല്ല വെളിവായി, സയ്യിദൽ കൗനി പ്രപഞ്ചത്തിൻ്റെ നേതാവായിട്ട്. യാ ലഹു വല്ലാത്തൊരു അത്ഭുതം തന്നെ ആ മനുഷ്യൻ്റെ കാര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം തഹയ്യറ ഫീഹി ആ വ്യക്തിയിൽ അത്ഭുത പരതന്ത്രനായി പോയിട്ടുണ്ട്. ഖാതിറുൽ മുതജംജിമി അവ്യക്തതയിലായി കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സ്. ഖാതിർ മനസ്സ്, അൽ മുതജംജിമി അവ്യക്തനായി നിൽക്കുന്ന വ്യക്തി. അതായത് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അള്ളാഹു റസൂലിനെ പറ്റി ആലോചിച്ച് ആർക്കും ഒന്നും മനസ്സിലാവില്ല. പിന്നെ അവർ അത്ഭുതപ്പെടുകയുള്ളൂ. തഹയ്യറ എന്ന് പറഞ്ഞാൽ കേവലം ഒരു അത്ഭുതമല്ല. അപ്പോൾ ഇതൊരു കാര്യം ഒരു മനസ്സിലായിട്ടൊരു അത്ഭുതമുണ്ട്, മനസ്സിലാകാത്തൊരു അത്ഭുതം. രണ്ടും രണ്ടാണ്. ഒരാളെ മനസ്സിലായാൽ ഒരത്ഭുതം ഉണ്ടാവും, ഒരു വലിയ ആളെ മനസ്സിലായ ഒരു അത്ഭുതം ഉണ്ടാവും. എന്നാലും ആ അത്ഭുതത്തിനൊരു പരിധിയുണ്ട്. എന്തുകൊണ്ട്? അത് ഇത്രയേ ഉള്ളൂ. വേറൊരു വ്യക്തി, ആ വ്യക്തി എത്ര ആലോചിച്ചിട്ടും ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കണില്ല. അപ്പം അത് വിസ്മയാവഹമാണ്. അതായത് വിസ്മയത്തിൻ്റെ മേൽ വിസ്മയം തീർന്ന് അങ്ങനെ പോവാണ്, അത് അവസാനിക്കണേ ഇല്ല. അതാണ് പുണ്യ റസൂൽ. മനസ്സിലാകുകയില്ല. അല്ലാഹുമായി മുനാജാത്തിന് പോയപ്പോൾ ജിബ്രീൽ ഒഴിമാറി നിന്നു എന്ന് പറഞ്ഞാൽ അത് ഈ ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു അത്ഭുതമാണത്. അത് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി ഇന്ന് ആസ്വദിച്ചെങ്കിൽ അൽഹംദുലില്ലാ, ഇന്ന് ആസ്വദിച്ചെങ്കിൽ അൽഹംദുലില്ലാ. നമുക്ക് വെള്ളിയാഴ്ച രാവുമാണ്, റബീഉൽ അവ്വൽ 1-ാം രാവായിരിക്കും. സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്ന് അസ്തമയത്തിന് ശേഷം വാവ് നില കഴിഞ്ഞും ചെയ്തിട്ടുണ്ട്. അസ്തമയത്തിന് ശേഷം 34-35 മിനിറ്റ് ഉണ്ട്. റബ്ബി നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച രാവ് കൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയും ഇൻഷാ അല്ലാഹ്, റബ്ബിൻ്റെ സഹായം. നാളെ മോശമായതുകൊണ്ടല്ല, പക്ഷെ ഒന്നും കൂടി പഞ്ചാരക്കുന്നിൻ്റെ മേൽ തേന്മഴ എന്ന് പറയില്ല, എന്നതുപോലത്തെ ഒരു 1-ാം രാവും ആവും. അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവും ആവും. വെള്ളിയാഴ്ച രാവ് റസൂലുള്ളാഹിൻ്റെ രാവല്ലേ. അതായത് ഒരാളെ എത്ര പഠിച്ചു കഴിഞ്ഞാലും അതിനേക്കാൾ അത്ഭുതം അപ്പുറത്ത് കിടക്കുക. അപ്പോൾ അവ്യക്തത. ഒരാൾ ഇന്ത്യൻ പ്രസിഡൻ്റാണ് പഠിച്ചു പോകുമ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റാണ്, അത് ലാസ്റ്റാണ്. ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, അത് ലാസ്റ്റാണ്. ഒരാൾ സൗദിയിലെ രാജാവാണ്, അതൊരു ലാസ്റ്റാണ്. ഇതെന്താണെന്ന് മനസ്സിലാവണില്ല. മനസ്സിലാക്കിയിട്ട് പിന്നെയും അതിൻ്റെ 100,000 കോടി ഇരട്ടി പിന്നെ അവിടെ ബാക്കി കിടക്കുക. അപ്പോൾ അവ്യക്തതയായ കാര്യങ്ങൾ അവ്യക്തമായി പോയ വ്യക്തി, അതാണ് മുത്തജംജിം. അവൻ്റെ മനസ്സ് അത്ഭുത പരതന്ത്രമായി പോയി. എന്താന്ന് മനസ്സിലാവണില്ല. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അതാണ് അത്ഭുതം എന്ന്. അത്ഭുതം തന്നെ. റസൂൽ അത്ഭുതമാണ്. റസൂൽ ഒരു അത്ഭുതമാണ്. അള്ളാഹിന്റെ ഹബീബ് അത്ഭുതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅബ്ദുൻ തജല്ലാ സയ്യിദൽ കൗനി യലഹു തഹയ്യറ ഫീഹി ഖാതിറുൽ മുതജംജിമി. ഫഅബ്ദുൻ ഒരു ദാസൻ, തജല്ലാ ദാസൻ വെളിവായി വന്നു, സയ്യിദൽ കൗനി പ്രപഞ്ചത്തിന്റെ നേതാവായിട്ട്. യാ ലഹു ആ ആൾക്കുള്ള പൊലിമ എത്രയാണ്. തഹയ്യറ ഫീഹി ആ വ്യക്തിയിൽ അത്ഭുതമായി പോയിട്ടുണ്ട്, വിസ്മയപ്പെട്ടു പോയിട്ടുണ്ട്. ഖാതിറുൽ മുതജംജിമി കാര്യങ്ങൾ അവ്യക്തമായി പോകുന്നവൻ്റെ മനസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ മനസ്സിലാക്കാൻ കഴിയില്ല ഒരിക്കലും. കുല്ലു മൻ ഫിൽ കൗനി ഹാമു ഫിക യാ ബാഹിൽ ജബീനു വലഹും ഫിക അഗറാമു യാ ഖുവ ഹനീനു മൗലാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും. ആരും ഈ പ്രപഞ്ചത്തെ പഠിച്ച ആരും അങ്ങയിൽ അത്ഭുതപ്പെട്ടു പോയി. ആരും പഠിക്കുക എല്ലാവർക്കും കാര്യങ്ങൾ അത്ഭുതമാണ്. അള്ളാഹിന്റെ ഹബീബ് അത്രയും വലിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂല. ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ജിബ്രീൽ മനസ്സിലായിട്ടില്ല, പിന്നെന്തോ വേറെ ആൾക്ക്. സയ്യിദുനാ ജിബ്രീൽ മുഅ്മിനീങ്ങളെ, ഞാൻ ഇത് മുഅ്മിനീങ്ങളോടാ പറയണം. മുഅ്മിനീങ്ങൾക്ക് ആ സംഭവത്തിൽ വിശ്വാസം ഉണ്ടാവുമല്ലോ. മുഅ്മിനായാൽ വിശ്വാസമല്ലേ. അള്ളാഹിന്റെ ഹബീബിനെ ഇവർ തന്നെ ബഹുമാനപ്പെട്ടവർ തന്നെ ഒരിക്കൽ പറഞ്ഞത് എന്താണ്? വഖദ് ഖാല അൽ അർശുൽ മജീദു ലിവത്അത്തിൻ ഫഅൻത ലികുല്ലിൽ കായിനാതി സമാഉ. വഖദ് ഖാല അൽ അർശുൽ മജീദ്, ആ അർശ് പോലും തല താഴ്ത്തി തന്നില്ലേ ലിവത്അത്തിൻ, അങ്ങൊന്ന് ചവിട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫഅൻത ലികുല്ലിൽ കായിനാതി സമാഉ, ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും അങ്ങാണ് ആകാശം. ആകാശത്തിന് ഒരു ആകാശമുണ്ട്, അർശിന് ഒരു ആകാശമുണ്ട്, അത് മുഹമ്മദാണ്. അർശിനുണ്ട് ഒരു മേൽക്കൂര, അത് മുഹമ്മദാണ്. അർശിന്റെ മേലെ ഒരാളുണ്ട്, അത് മുഹമ്മദാണ്. മനസ്സിലാണ് അല്ലാത്തൊരു അങ്ങനത്തെ നേതാവുണ്ട് എന്നുള്ളത് എന്തൊരു സന്തോഷമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സന്തോഷം. അങ്ങനത്തെ നേതാവ് നമുക്കുണ്ടെന്നുള്ളതാണ് എത്ര വലിയ സന്തോഷം. നമുക്ക് പേടിക്കാൻ വേണ്ട. ബുർദെ പറഞ്ഞല്ലോ, ബുശ്റാ ലനാ മഅശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ബുശ്റാ ലനാ മഅശറൽ ഇസ്ലാം, ഇസ്ലാമിക സമൂഹമേ നിങ്ങൾക്ക് സന്തോഷം. ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ, നമുക്കൊരു തൂണുണ്ട്, ഗൈറ മുൻഹദിമി, ഒരിക്കലും പൊളിഞ്ഞു വീഴാത്ത, ഒരിക്കലും പൊളിഞ്ഞു വീഴാത്തൊരു തൂണുമ്മലാണ് നമ്മൾ ചാരിയത്, അത് മുഹമ്മദാണ്. ആ തൂണ് കോടാനക്കോടി ആൾ ചാരിയാലും ആ തൂണ് പൊളിഞ്ഞു വിടില്ല. അതാ ബുർദ പറഞ്ഞത്. അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുശ്റാ ലനാ മഅശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി, ഒരിക്കലും പൊളിഞ്ഞു വീഴാത്ത തൂണാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഫഅബ്ദുൻ തജല്ലാ സയ്യിദൽ കൗനി യലഹു തഹയ്യറ ഫീഹി ഖാതിറുൽ മുതജംജിമി ഖവാരിഖുഹു യുഇൽ അവാലി മഅസ്റുഹാ വമാ നാസബത് ഖദ്റൻ ലിതാഹൽ മുഖദ്ദമി. ഖവാരിഖുഹു, അവിടുത്തെ അത്ഭുത കാര്യങ്ങൾ, അവിടുത്തെ മുഅ്ജിസാത്തുകൾ, യുഇൽ അവാലിമ, സകല ലോകങ്ങളെയും അശക്തപ്പെടുത്തിയിട്ടുണ്ട്. ഹസ്റുഹ, അതിനെ ക്ലിപ്തപ്പെടുത്തൽ. അതായത് ലോകത്തിന് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? എല്ലാ നബിയുടെ മുഅ്ജിസത്തും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. فإنا لكل الأنبياء من خوارقه ومن نوره. തുടക്കത്തിലുണ്ട്. അത് അള്ളാഹിന്റെ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നാണ് എല്ലാ അമ്പിയാക്കൾക്കും മുഅ്ജിസാത്തുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഏതൊരു നബി, സയ്യിദുനാ മൂസ വടിയെ പാമ്പാക്കിയത് മുഹമ്മദിയത്തിന്റെ മികവാ സല്ലല്ലാഹു അലൈഹി വസല്ലം.
കാറ്റത്ത് പറന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ. അത് മുഹമ്മദിയത്തിൻ്റെ മികവാണ്. മസ്നവി തുടങ്ങുന്നിടത്തൊരു വാക്കുണ്ട്. കവി കാറ്റിനോട് ചോദിച്ചു, കാറ്റേ കാറ്റേ, നീ എന്തിനാണ് സുലൈമാനെ കൊണ്ട് പറന്നത്? നീ എന്തിനാണ് ഇങ്ങനെ സുലൈമാനെ വഴിപ്പെട്ടത്? അപ്പോൾ കാറ്റ് പറഞ്ഞു, അത് പറഞ്ഞ മസ്നവി ഭയങ്കര ഒരു കവിതയാണ്, കവിത. മനസ്സിലായില്ല? മഹാനായ ജലാലുദ്ദീൻ റൂമിയുടേതാണ്. അവരാണ് ലോകം കണ്ടവർ, വല്ലാത്ത ആളാണ് ജലാലുദ്ദീൻ റൂമി. അവരുടെ ഒരു കവിതയാണ് മസ്നവി. അപ്പം മസ്നവി തുടക്കത്തിൽ പറയാണ് എന്തെന്നറിയോ? കവി കാറ്റിനോട് ചോദിക്കുക, കാറ്റ് നീ എന്തിനാണ് സുലൈമാനെയും കൊണ്ട് പറഞ്ഞത്? എന്തിനാണ് ഇങ്ങനെ പറയുന്നതിനൊക്കെ നീ സുലൈമാൻ വഴിപ്പെട്ടു കൊടുത്തത് അലൈഹിസ്സലാം? അപ്പോൾ കാറ്റ് പറഞ്ഞു, എങ്ങനെ ഞാൻ സുലൈമാനെ വഴിപ്പെടാതിരിക്കും? സുലൈമാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മോതിരം ധരിക്കും. ഫീഹി മങ്കൂഷത്തുൻ മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂൽ എന്ന് അതിൽ മുദ്രണം ചെയ്തിരുന്നു. ആ മുദ്രയുള്ള മോതിരവും കൊണ്ടാണ് എന്നോട് കൽപ്പിക്കാറുള്ളത്. ആര്? സുലൈമാൻ. പിന്നെ എങ്ങനെ ഞാൻ എങ്ങനെ ഞാൻ വഴിപ്പെടാതിരിക്കും? ആര് പറഞ്ഞു? കാറ്റ് പറഞ്ഞു കവിയോട്. ഇതാണ് മസ്നവിയുടെ തുടക്കം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എല്ലാം സത്യമാണ്. സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദിയത്തിൻ്റെ മികവാണ്. സയ്യിദ്ന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദിയത്തിൻ്റെ മികവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ്ന ഈസ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദിയത്തിൻ്റെ മികവാണ്. നാളെ ദജ്ജാലിനെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദിയത്തിൻ്റെ മികവാണ്. എല്ലാ നബിമാർക്കും എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് മുഹമ്മദിയത്താണ്. അപ്പൊ അത് ക്ലിപ്തപ്പെടുത്താൻ കഴിയൂല. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകൾ അശക്തപ്പെടുത്തുകയാണ്. അൽ അവാലിമ, ലോകങ്ങളെയെല്ലാം, ഹസ്റുഹ, അവയെ ക്ലിപ്തപ്പെടുത്തൽ. ഒരു ലോകത്തിനും റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തിനെ ക്ലിപ്തപ്പെടുത്താൻ കഴിയൂല. ഒമാൻ ആസബത്ത്, ആ മുഅ്ജിസത്തുകൾ യോജിച്ചിട്ടുമില്ല ഖദറിനോട്, ലിത്വാഹൽ മുഖദ്ദമി, ആ മുന്തിക്കപ്പെട്ട ത്വാഹയുടെ മഹത്വത്തോട് യോജിച്ച മുഅ്ജിസത്തും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു മുഅ്ജിസത്ത് ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിയില്ല. ഇത് ചന്ദ്രനെ പിളർത്താൻ, ഈ ഭൂമിയെ തന്നെ പിളർത്തി പൊടിയാക്കാനും ആ മുഅ്ജിസത്തിന് കഴിയും. പിന്നെ അത് ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. സൂര്യനെ തന്നെ ഒരു മിനിറ്റ് കെടുത്താനും അതിന് കഴിയും, അതിനെ തന്നെ പിളർത്താനും കഴിയും. ഒമാൻ ആസബത്ത്, ആ മുഅ്ജിസത്തുകൾ യോജിച്ചിട്ടില്ല ഖദറിനോട്. മൂപ്പര ഖദറനുസരിച്ചതായില്ല എന്ന് നമ്മൾ പറയുമല്ലോ. നമ്മളൊരു മഹാനായ വ്യക്തിക്ക് നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തോ ഒരു പീടിന്നും ലഡു അങ്ങേ കൊടുക്കില്ലല്ലോ. അത് ആ ഖദർ. മനസ്സിലായില്ല? ഇപ്പം രാജാവിന് നമ്മൾ കൊടുക്കുമ്പോൾ അതനുസരിച്ച് ആ ഖദറിന് അനുസരിച്ച് കൊടുക്കണ്ടേ. ഒരു വലിയ മഹാനാണെങ്കിൽ ഇപ്പം മക്കത്തെ ഇമാമിന് നമ്മൾ ഒരു അത്തർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഏതോ 100 റുപ്യ 150 റുപ്യ 1000 റുപ്യൻ്റെ അതും പറ്റൂലല്ലോ. 1000 റുപ്യൻ്റെ ഒരു അത്തർ വാങ്ങിയാലും പറ്റൂല. കാരണം അവരൊക്കെ അത്രയും ഖദറിലുള്ള ആളുകളല്ലേ. ഒമാൻ ആസബത്ത്, ആ മുഅ്ജിസത്തുകൾ യോജിച്ചിട്ടില്ല ഖദറിനോട്. ആരുടെ ഖദറിനോട്? ലിത്വാഹൽ മുഖദ്ദമി, ആരെക്കാളും മുന്തിക്കപ്പെട്ട ത്വാഹ റസൂലുള്ളാഹിന്റെ ഖദറിനോട് ഒരു മുഅ്ജിസത്തും യോജിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് യോജിക്കാത്തത്? ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയാണ്, ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരൊറ്റ പിടുത്തം കൊണ്ട് ഏതൊരാളെയും എല്ല് പൊട്ടിക്കാൻ മാത്രമുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ എൻ്റെ പെണ്ണുങ്ങൾ അങ്ങനെ ഓടിക്കോ. അതുകൊണ്ട് പിന്നെ ജോ കൊടുക്കൂലേ. ഒരൊറ്റ പിടുത്തത്തിന് ഏതൊരുത്തൻ്റെ എല്ല് പിടിച്ചടിച്ചടിച്ചാൽ പൊട്ടിക്കാനുള്ള കഴിവ് നിനക്കുണ്ട് നോക്കുക. അത് എൻ്റെ പെണ്ണുങ്ങളോട് ചെടുക്കൂല. എന്തുകൊണ്ട്? പിന്നെ എന്നെ ഓളെ കൊണ്ട് കൊടുക്കുക. തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞിട്ടുള്ള മുഅ്ജിസാത്തിന്റെ കഴിവുകളൊക്കെ റസൂലിനെ പുറത്തെടുക്കുകയാണെങ്കിൽ ഈ ലോകത്തിനെ കൊണ്ട് റസൂൽ കൊടുക്കൂലേ. കാരണം അത് ഉൾക്കൊള്ളാനോ അത് അനുഭവിക്കാനോ നമുക്ക് കഴിയൂല.
അതാണ് വമാനാസബത്ത് ഖദറൻ ലിത്വാഹൽ മുഖദ്ദമി. എന്തിനേക്കാളും മുന്തിക്കപ്പെട്ട ത്വാഹയുടെ ഖദറിനോട് ഒരു മുഅ്സത്തും യോജിച്ചിട്ടില്ല. 100 ആളെ ഒറ്റയടിക്ക് തള്ളിയിടാൻ കഴിയുന്ന ഒരു ഫയൽമാന് ഒരാളെ ഒന്ന് തോണ്ടിയത് ആ ഖദറിനോട് യോജിച്ചതാണോ? അല്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതാണ് ആ ഖദറിനോട് അത് യോജിച്ചിട്ടില്ല. ഖദറിനോട് യോജിച്ചിട്ടില്ല. ദിവസം 10,000 ആളുകൾക്ക് സതക്കെടുക്കുന്ന ഒരു മനുഷ്യന് ഒരാൾ തിണ്ടി വന്നപ്പോൾ 50 റുപ്യ 100 റുപ്യ കഴിച്ചാൽ അതുകൊണ്ട് ഖദറിനോട് യോജിച്ചിട്ടില്ല. ഇന്നല്ല മൂപ്പര് മനസ്സിലാക്കേണ്ടത്. മൂപ്പര് മനസ്സിലാക്കേണ്ടത് 10,000 ആളുകൾ മൂപ്പരെ കൊണ്ട് അന്നം കഴിച്ച് ജീവിക്കുന്നുണ്ട്. അത് ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുപോലെയാണ് 10,000 ആളുകൾക്ക് ഒരു ദിവസം സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ മനുഷ്യനെ നമ്മൾ 100 റുപ്യ കൊണ്ടിലെ സദക്ക കൊണ്ട് വിലയിരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് റസൂലുള്ളാഹ്. അല്ലെങ്കിൽ 500 റുപ്യ അല്ലെങ്കിൽ 1000 റുപ്യ. ഒരാൾ വന്നപ്പോൾ അയാൾ 1000 റുപ്യ എടുത്തു. അപ്പം നമ്മൾ പിന്നെ നമ്മൾ തമ്മിൽ കണ്ടില്ല, മൂപ്പര് കാട്ടി ഒരാൾ വന്നപ്പോൾ മൂപ്പര് 1000 റുപ്യ കൊടുത്തു. അതിനാണ് നമ്മൾ അയാളെ പിന്നെ വിലയിരുത്തുന്നത്. അതിനെ നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങി പൊതുമായി പറയാം. രാവിലെ ഒരു ക്ലാസ്സിന് ഒരാൾ വന്നിരുന്നു. എന്താ അവിടെ 4-5 ആൾ കൂടി ഓർക്കൊക്കെ മൂപ്പര് 1000 റുപ്യ ഭയങ്കര ഭയങ്കരം. എന്തുകൊണ്ട്? മൂപ്പര് 10,000 ലക്ഷക്കണക്കിനായ ആളുകൾക്ക് ഓരോ ദിവസവും അന്നം കൊടുക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി നമ്മൾ 5 ആൾക്ക് 1000 റുപ്യ കൊടുത്തിട്ട് 5000 റുപ്യ കൊണ്ട് മനസ്സിലാക്കിയാൽ ഈ 5000 റുപ്യ കൊടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. അതുകൊണ്ടാണ് നമ്മളയാളെ വിലയിരുത്തുന്നത്. അതൊരിക്കലും അയാളെ ഖദറിനോട് യോജിച്ചതും അല്ല. മനസ്സിലായില്ലേ? വമാനാസബത്ത് ഖദറൻ. ആ മുഅസ്സത്തുകളെല്ലാം ഖദറിനോട് യോജിച്ചിട്ടില്ല. ആരുടെ ഖദർ? ലിത്വാഹൽ മുഖദ്ദമി, മുന്തിക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖദറിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഖവാരിഖുഹു യുഇൽ അവലീമ ഹസ്റുഹാ വമാനാസബത്ത് ഖദറൻ ലിത്വാഹൽ മുഖദ്ദമി കഫാ മാ അതാ ലിൽ അംബിയാ മിൻ ഖവാരിഖി വമാ ലാഹ ലിൽ അസ്വാബി ഫി കുല്ലി മൽഹമി. മതി മാ അതാലിൽ അംബിയാ, ഈ അംബിയാക്കൾക്ക് ലഭിച്ചതെല്ലാം മിൻ ഖവാരിഖി, മുഅ്സത്തുകളെല്ലാം അതെല്ലാം റസൂലുള്ളാഹിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞാൽ അത് മതി. കഫാ മതി. നമ്മളെപ്പോലത്തെ അതന്നെ പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. കാരണം എല്ലാ നബിമാർക്കും കിട്ടിയ മുഅ്സത്ത് ആരും മുഅ്സത്താ? റസൂലുള്ളാഹിന്റെ മുഅ്സത്ത് റസൂലുള്ളാഹ് അവർക്ക് കൊടുത്തത്. റസൂലുള്ളാഹിന്റെ മഹത്വമാണ് അത്. മനസ്സിലായില്ലേ? അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മഹത്വമാണ് എല്ലാം എല്ലാം എല്ലാം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഹമ്മദിയത്തിനെ അവർ പ്രേമിച്ചത് കൊണ്ട് മാത്രമാണ് ഈ അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ, നുബുവത്തും വരെ അള്ളാഹു അവർക്ക് കൊടുത്തത്. അവർക്ക് കിതാബ് കൊടുത്ത് അവർക്ക് നുബുവത്ത് അത് അള്ളാഹു ഫസ്റ്റിലെ പറയും ചെയ്തു. എന്ത്? മനസ്സിലായില്ല? വഇദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. ഞാൻ നിങ്ങൾക്ക് നുബുവത്ത് തരാം, പക്ഷേ മുഹമ്മദിനെ നിങ്ങൾ അംഗീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു ഖലു അഖറർന, ഞങ്ങൾ സമ്മതിച്ചു. പറഞ്ഞു പോരെ, ഫശ്ഹദു, നിങ്ങൾ സാക്ഷിയാകണം. വഅന മഅകും മിനശ് ഷാഹിദീൻ. അപ്പോൾ ഒരു നബിക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആരെ വൽപ്പത്തരാണ്? റസൂലുള്ളാഹിന്റെ വൽപ്പത്തരാണ്. റസൂലുള്ളാഹ് എന്ന മുഹമ്മദിയത്തിനെ അവർ അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ഇത് കൊടുത്തത്. മുഅ്ജിസത്തൊക്കെ അതിൻ്റെ പിന്നിൽ വന്നതാണ്. അപ്പോൾ എല്ലാം റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ കഫാ, നിങ്ങൾക്ക് മതിയാകും മാ അതാ, അമ്പിയാക്കൾക്ക് ലഭിച്ചതെല്ലാം നിങ്ങൾക്ക് മതിയാകും. മിൻ ഖവാരിഖ്, അത്ഭുതങ്ങളാൽ, മുഅ്ജിസാത്തുകളാൽ. റസൂലുള്ളാഹിക്ക് അമ്പിയാക്കൾക്ക് ലഭിച്ച മുഅ്ജിസത്തുകളെല്ലാം നിങ്ങൾക്ക് മതിയാവും റസൂലുള്ളാഹിനെ വിലയിരുത്താൻ എന്നർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ في كل ملخم وما لاح للأصحاب അസ്ഹാബിന് വമാലാഹ, വെളിവായതും പ്രത്യക്ഷമായതും ലില്ലസ്ഹാബി, അസ്ഹാബിന് ഫി കുല്ലി മൽഖമി, ഓരോ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും മനസ്സിലായി. അമ്പിയാക്കൾക്ക് വെളിവായ അല്ല സ്വഹാബികൾക്ക് വെളിവായതും മനസ്സിലായി. അങ്ങനത്തെ എത്ര അന്ന് മാത്രമല്ല എന്നും അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായിട്ടും എന്തൊക്കെ പ്രതിസന്ധികൾ നടന്നു. ആ പ്രതിസന്ധികളിലെല്ലാം അവർക്ക് അത്ഭുതങ്ങൾ കിട്ടിയിട്ടുണ്ട്.
റസൂൽ വഫാത്തായിട്ട്. 21,000 കാലാൽ പട്ടാളം ഉണ്ടായിരുന്ന മുസൈലമത്തുൽ കദ്ദാബിനോട് അവർ സമരം ചെയ്തു. എന്നിട്ടും അവരെന്നെ ജയിച്ചു. ഞാൻ പറഞ്ഞത് വാ മുഹമ്മദാന്ന് പറഞ്ഞ ഒരു യുദ്ധക്കളത്തിൽ ഓടിയത്. എങ്ങനെ എത്ര സംഭവങ്ങൾ, എത്ര സംഭവങ്ങൾ. ഒരു സ്വഹാബിയെ അല്ലെങ്കിൽ താബിഈയെ അസ്വദുൽ അനസി ലഅനത്തുല്ലാഹി അലൈഹിയുടെ പട്ടാളം, കള്ളപ്രവാചകൻ അസ്വദുൽ അനസി, ആ കള്ളപ്രവാചകൻ്റെ പട്ടാളം എന്ത് ചെയ്തു? മുഹമ്മദിനെ കൊണ്ട് കാഫറാവൂല. അപ്പോൾ എൻ്റെ തല അറുത്തിട്ട് ഞാൻ ഈ പുഴയിലേക്ക് എറിഞ്ഞു വന്നത്. മുഹമ്മദ് മുസ്തഫാനെ കൊണ്ട് കാഫറായിട്ട് എനിക്ക് ജീവിക്കേണ്ടതില്ല. അപ്പോൾ അസ്വദുൽ അനസി പറഞ്ഞതുപോലെ തല വെട്ടിയിട്ട് പുഴയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ആ മുറിച്ചിട്ട തല വെള്ളത്തിൽ ഇങ്ങനെ നീന്തി. هذه الآيات يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. എന്ന് ഈ മുറിച്ചിട്ട തല വെള്ളത്തിൽ തല സ്വയം ഇങ്ങനെ പുഴയിൽ കൂടെ നീന്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ വിഡ്ഢി, എടാ പമ്പര വിഡ്ഢി, നീ വിചാരിച്ചോ ഞാൻ മരിച്ചു? ഞാൻ മരിക്കൂല. അസ്മഉ കലാമ റബ്ബി, റബ്ബിൻ്റെ കലാമ് ഉടലില്ലാത്ത എൻ്റെ ഈ തലയുടെ ചെവിയിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ, ഇർജിഇ, നീ തിരിച്ചു പോര്, ഇലാ റബ്ബികി റാളിയതൻ മർളിയ, റബ്ബിന് നിന്നെയും ഇഷ്ടം, നിനക്ക് റബ്ബിനെയും ഇഷ്ടം. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഇത് എത്രയോ മുഹദ്ദിസുകൾ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അത്ഭുതമാണ്. ആരുടെ അത്ഭുതമാണ്? അത് മാത്രമല്ല, അസ്ഹാബിന് മാത്രമല്ല കുട്ടികളെ, ഷെയ്ഖ് ഈ ലോകത്ത് കഴിഞ്ഞ എല്ലാ ഔലിയാക്കളും ചെയ്തിട്ടുള്ള കറാമാത്തുകൾ അതാരും മനുഷ്യത്താണ്, റസൂലാണ് മനുഷ്യത്താണ്. ബസ് അത്രല്ല, അത് വെറുതെ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എന്ത് കോഴിയുടെ മുള്ളോട് കൂന്ന് പറഞ്ഞപ്പോഴത്തേന് എണീറ്റ് കോയിട്ടുണ്ടെങ്കിൽ അതാരുടെ മനുഷ്യത്താണ്? ആ റസൂൽ. അതിലൊക്കെ എന്ത് പ്രശ്നമാണ്? കാരണം മുഹമ്മദിയത്തിൽ നിന്നുണ്ടായത് അതൊക്കെ റസൂലുള്ളാഹിനെ അംഗീകരിച്ചു. അംഗീകരിച്ചപ്പോൾ അല്ലാഹു തആല ആ തടിക്ക് അത്ഭുതമാണ് കൊടുത്തു. അമ്പിയാക്കൾക്ക് കൊടുത്തപ്പോൾ അത് മഅ്സത്തായി, ഔലിയാക്കൾക്ക് കൊടുത്തപ്പോൾ അത് ക്രമത്തെ. അതിനെല്ലാം ഒരു അച്ചുതണ്ടാണ് മുഹമ്മദിയത്ത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെല്ലാം അതിരറ്റ് പ്രേമിച്ചത് കൊണ്ടാണ് അമ്പിയാക്കൾക്ക് മഅ്സത്തും കിട്ടിയത്, ഔലിയാക്കൾക്ക് കറാമത്തും കിട്ടിയത്. എല്ലാവർക്കും كما كفى ما أتى للأنبياء من خوارق وما لاح للأصحاب في كل ملخم ومولده أعظم به وعلومه وإسراؤه بعد الجمال المفخم ومولده അവിടുത്തെ ആ മൗലിദ് റസൂലുള്ളാഹിയുടെ ജന്മം, അഅ്ലിം ബിഹി, അത് തന്നെ നീ ഒന്ന് മാറ്റപ്പെടുത്ത്. അന്ന് എന്തൊക്കെയാണ് നടന്നത്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലിദു, അവിടുത്തെ ആ ജന്മം തന്നെ, അളിമ്പി, അതിനെ നീ മഹത്വപ്പെടുത്ത്, അതൊന്ന് മഹത്വപ്പെടുത്ത്. അന്ന് എന്തൊക്കെയാണ് നടന്നത്? എൻ്റെ മോനെ ഇതെന്താ? എല്ലാവർക്കും കൊടുക്കുക. ഒന്ന് മതി. മൗലിദുഹു, പുണ്യ റസൂലിൻ്റെ കഴിച്ചോളി. ഒരു മിനിറ്റ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജന്മം, ആ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ആ ജനിച്ച സമയം, അതിനെ മൗലിദ് എന്ന് പറയാം. ആ ജനിച്ച സ്ഥലം മക്കയിലാണ് ജനിച്ച്. മക്കയിൽ വേറെ നബി ജനിച്ചിട്ടില്ല. ലോക ചരിത്രത്തിൽ ഉമ്മുൽ ഖുറ, എല്ലാ ഗ്രാമങ്ങളുടെയും മാതാവാണ് ഉമ്മുൽ ഖുറ മക്ക. മക്കയിൽ ഒരു നബിയെ ജനിച്ച്, മുഹമ്മദ് മുസ്തഫ. വേറെ ഒരാളും മനസ്സിലാവുന്ന പറഞ്ഞത് സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മക്കയിലല്ല ഇറങ്ങിയത്, ഇന്ത്യയിൽ ഇറങ്ങി മക്കയ്ക്ക് പോയി.
സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിലാണ് ജനിച്ചത്. പിൽക്കാലഘട്ടത്തിൽ അറബിയാക്കി, മുസ്താറബാണ്, അറബിയാക്കി ആരെ? സയ്യിദ് ഇസ്മായിലിനെ. ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് ഫലസ്തീനിലാണ്. പിൽക്കാലഘട്ടത്തിൽ മക്കായിലൊരു ജനതയുണ്ടാകുന്നത് ഇസ്മായിൽ വഴിയാണ് അലൈഹിസ്സലാം. മനസ്സിലാവുണ്ട് പറഞ്ഞത്. പക്ഷെ ജനിച്ചത് എവിടെയല്ല? മക്കയിലല്ല. ഒരാൾ മക്കയിൽ ജനിച്ചിട്ടില്ല, ഒരു നബി മാത്രം, മുഹമ്മദ്. മൗലിദുഹു, അവിടുത്തെ ആ ജന്മസ്ഥലം, ഞാൻ ജന്മസമയം, ആ ജന്മസമയത്ത് ലോകത്ത് എന്തൊക്കെയാണ് നടന്നത്? എന്തൊക്കെയാണ് നടന്നത്? കിസറയുടെ കൊട്ടാരത്തിൻ്റെ കുംഭഗോപുരങ്ങൾ എന്തൊക്കെ സംഭവിച്ചു? എന്തൊക്കെയാണ് ലോകത്തെ വഴിതെറ്റിക്കുന്ന ആളുകൾക്ക്, അവരുടെ വിഗ്രഹങ്ങൾക്കും എന്തൊക്കെയാണ് സംഭവിച്ചത്? മനസ്സിലാവില്ലേ പറഞ്ഞത്? എല്ലാം അതിനെ നീ ഒന്ന് മാറ്റപ്പെടുത്ത്. അവിടുത്തെ ജന്മദിനം ഇൻഷാ അല്ലാഹ് ആസ്വദിച്ചാൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെ സഹായിച്ചാൽ, ആസ്വദിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് ആസ്വദിച്ചാൽ എന്നായിരിക്കും നമ്മൾ റബീഉൽ അവ്വൽ 12, വെള്ളി 1 വെള്ളിയോട് വെള്ളി 8, ശനി 9, ഞായർ 10, തിങ്കൾ 11, ചൊവ്വ 12. ഇന്നല്ലെങ്കിൽ ബുധൻ 12 അല്ലേ? അങ്ങനെയല്ലേ? വെള്ളിയോട് വെള്ളി 8, ശനി 9, ഞായർ 10, തിങ്കൾ 11, ചൊവ്വ 12. ഇനി ശനി 1 ബുധൻ 12. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. എല്ലാവരും അള്ളാഹിൻ്റെ ഹബീബ് കൊല്ലുണ്ട്. നമ്മൾ വളരെ വലിയ പരിപാടി, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തോടനുബന്ധിച്ച് ആ സമയത്ത് നമ്മൾ സാധാരണ ഒരു പ്രഭാഷണം മൗലിദ് ഇവിടെ ഉണ്ടാവാറുണ്ട്. നല്ല ഭക്ഷണം ആളുകൾക്ക് കൊടുക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും അതിനൊക്കെ തയ്യാറായി വരണം. വലിയൊരു സംഭവമാക്കി നടത്തണം, ഈ കൊല്ലം നടത്തണം. ഇതൊരു വല്ലാത്ത സമയം തന്നെയാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒരു സമയത്താണ്, അതായത് ഇങ്ങനെ, അതായത് ഫജ്ർ സാദിഖ് വെളിവാകുന്നതിൻ്റെ അല്പം മുമ്പ്, മനസ്സിലായില്ലേ? അതിൻ്റെ പൂർത്തീകരണം ഫജ്ർ സാദിഖ് വെളിവായതിനു ശേഷം, ആ ഒരു സമയമാണത്. ഫജ്ർ സാദിഖ് വെളിവാകുന്നതിൻ്റെയും വെളിവായതിൻ്റെയും ഇടയിലുള്ള ആ സമയം റസൂലുള്ളാഹിൻ്റെ ജന്മസമയമായി കണക്കാക്കപ്പെടുക. അതൊരു പ്രധാനപ്പെട്ട സമയമാണ് ലോകത്തെ. അത് മനസ്സിലാണ്ട് പറഞ്ഞത്. എല്ലാവരും ഫജ്ർ സാദിഖ്, അതായത് സുബഹിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? മൗലിദ് ഓതുമല്ലോ. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അത് ആ സമയത്തെ മഹത്വപ്പെടുത്തുക. ഒരു രാത്രിയിലെ പ്രധാനപ്പെട്ട സമയം അത് തന്നെയാണ്. ഇന്നും ഒരു രാത്രി ഏറ്റവും പ്രധാനപ്പെട്ട സമയം സുബഹിൻ്റെ തൊട്ടുമുമ്പുള്ള സമയം. ആ സമയത്താണ് ഹബീബ റസൂൽ ജനിച്ചത്. ആ സമയത്താണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വചനങ്ങളുമായി സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബിയുടെ അരികിൽ വന്നത്. അപ്പോൾ അത് അത്ഭുതപ്പെട്ടൊരു സമയമാണ്. ആ സമയം വല്ലാത്തൊരു സമയമാണ്. ആ സമയത്ത് ഏത് ദുആ ചെയ്താലും ഉത്തരം കിട്ടും. അത് വല്ലാത്തൊരു സമയമാണ്.